ഏവർക്കും നമസ്കാരം. ചാത്തൻ സേവയെപ്പറ്റി അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തികളെ ആരാധിക്കുവാനുള്ള മനുഷ്യൻ്റെ പ്രവണതയെപ്പറ്റി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളുമായി പങ്കിട്ടതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ഞാൻ പങ്കിടുന്നത്. നാം ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ചില കൗതുകമുള്ള കാര്യങ്ങളെപ്പറ്റി ആക്ഷരികമായി അറിയുക എന്നത് മാത്രമല്ല, അത് സൂചിപ്പിക്കുന്ന മനുഷ്യ അവസ്ഥയുടെ ചരിത്രപരവും ആത്മീയവും സാംസ്കാരികവുമായ പിന്നാമ്പുറങ്ങൾ മനസ്സിലാക്കാൻ കൂടെ ശ്രമിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുവാൻ ഇടയാകുന്നു. അല്ലാതെ സാധാരണ സോഷ്യൽ മീഡിയയിലുള്ളതുപോലെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ കൂടുതൽ ആളുകൾ കാണും, അത് ശരിയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ ചാത്തൻ സേവയെപ്പറ്റി ഒരു വീഡിയോ 5 ലക്ഷം പേര് കണ്ടാൽ, 5 ലക്ഷം ക്രിസ്ത്യാനികൾ കണ്ടാൽ, ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു വീഡിയോ 500 പേര് കാണുവാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ താല്പര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ആ യാഥാർത്ഥ്യം ഞാൻ നിരാകരിക്കുന്നില്ല. പക്ഷേ അതല്ല നമ്മുടെ താല്പര്യം. നമ്മുടെ താല്പര്യം മനുഷ്യ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുകയും എന്തുകൊണ്ടാണ് ചില പ്രതിഭാസങ്ങൾ ഇപ്രകാരം നമ്മുടെ മുൻപിൽ ഇപ്പോഴും അവശേഷിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളുടെ ഉച്ഛിഷ്ടങ്ങളായി അവശേഷിക്കുന്നത് എന്നത് യുക്തിസഹജം ചരിത്രത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഏക ലക്ഷ്യം ആസ്വദിക്കുക എന്നുള്ളതല്ല, മനസ്സിലാക്കുക എന്നുള്ളതല്ല. നോട്ട് എൻജോയ്മെൻറ്റ് ബട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഇത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ എ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന യൂട്യൂബ് സംഗമത്തിൽ തുടർന്നും അർത്ഥവത്തായി പങ്കെടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ വിനീതമായി ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ഈ അന്ധകാര ശക്തികളെ പ്രീതിപ്പെടുത്തി അതിൻ്റെ സഹായത്തോടുകൂടെ അനിതര സാധാരണമായ കഴിവുകൾ പ്രാപിക്കാമെന്നും മറ്റൊരു വിധത്തിലും നേടിയെടുക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളെ നേടാമെന്നും മനുഷ്യൻ ചിന്തിക്കുന്നത്, അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ആണ് ഇന്നലെ ഒരു ഓർത്തഡോക്സ് സഭാ വിശ്വാസി ചാത്തൻ്റെ സഹായത്തോടുകൂടെ പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ചാത്തൻ അദ്ദേഹത്തിന് സാധാരണ മനുഷ്യരെക്കാൾ 100 ഇരട്ടി ശക്തി കൂടുതൽ കൊടുക്കാമെന്ന് ഒക്കെ വാഗ്ദത്തം ചെയ്ത അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബിനോയ് ജോൺ എന്നാണ്. അദ്ദേഹവുമായി ഞാൻ നടത്തിയ സംഭാഷണം, അതിൻ്റെ ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചതാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് അല്പം തമാശ രൂപത്തിൽ സംസാരിക്കാനൊക്കെ ഇടേണ്ട കാര്യം, ഇങ്ങനെയുള്ള ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള തിരിച്ചറിവുമില്ല, അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രത്യേക കഴിവുകളുമില്ല, സാധാരണ മനുഷ്യർക്കുള്ള മനസാക്ഷി പോലും അവർക്കില്ല എന്നത് ജനം തിരിച്ചറിയുന്നതിന് വേണ്ടി ഞാൻ അല്പം കോമാളി വേഷം കെട്ടിയതാണ്. ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഞാൻ എന്തിനാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നതെന്നൊന്നും അദ്ദേഹത്തിന് യാതൊരു വിവരവുമില്ല, മനസ്സിലാക്കണം. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് ഇങ്ങനെ കേരളത്തിലെ ജനം ഇരച്ച് കയറി ഒരു തവണ കാണുന്നതിന് 2500 രൂപ കൊടുത്തിട്ടാണ്, നേരത്തെ എന്താണ് പറയുന്നത്, ഗൂഗിൾ പേയിൽ കൂടെ അടച്ചെങ്കിലേ അദ്ദേഹത്തെ കാണാൻ സാധ്യമാകുകയുള്ളൂ. ഇതൊക്കെ നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതിൻ്റെ പിറകിലൊരു ചരിത്രമുണ്ട്. ഇത് ആരും തന്നെ പ്രതിപാദിക്കാത്തത് കൊണ്ട് അറിയാൻ താല്പര്യമുള്ളവർക്കായി മാത്രം ഞാൻ സമർപ്പിക്കുകയാണ്. നാം മനുഷ്യൻ്റെ ആധ്യാത്മികമായ പുരോഗതി, അവൻ്റെ വളർച്ച, അവൻ്റെ പുരോഗതി പരിശോധിക്കുമ്പോൾ അതിനൊരു ചരിത്രമുണ്ട്. എല്ലാറ്റിനും അതിൻ്റേതായ ചരിത്രമുണ്ട്. ആരംഭമറിഞ്ഞെങ്കിൽ മാത്രമേ ഏത് പ്രതിഭാസത്തിൻ്റെയും തനതായ സ്വഭാവം മനസ്സിലാകുകയുള്ളൂ എന്നത് ഒരു സാർവലൗകികമായ തത്വമാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. എങ്ങനെയാണ് ഒരു പ്രതിഭാസം ഉടലെടുത്തത്
എന്നറിയാതെ അതിനെ വേണ്ടതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത് എല്ലാറ്റിൻ്റെയും ഉറവിടം എന്താണ് എന്ന് അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുകയാണ്. എല്ലാം സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. അത് ഉറവിടം എന്ത് എന്നറിയുമ്പോൾ അതിൻ്റെ സ്വഭാവം അതിനനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം തന്നെ നാം കാണുന്ന ഈ ഭൗതികമായ ലോകം സ്വയം സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടികർത്താവായ ഒരു ദൈവമല്ല. ഈ ഭൗതിക ലോകം അത് തന്നെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിച്ചാൽ അതിൻ്റേതായ പരിണിത ഫലമുണ്ടാകും. നാം ഈ ലോകത്തെ മനസ്സിലാക്കുന്നത് വേറൊരു വിധത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് പ്രതിഭാസത്തെയും നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് അതിൻ്റെ ആവിർഭാവത്തെ നാം എങ്ങനെ അറിയുന്നു എന്നത് അനുസരിച്ച് തന്നെയാണ്. ഇതെല്ലാവരും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു അടിസ്ഥാന പ്രമാണമാണ്. അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ ദൈവികമെന്ന് മനുഷ്യർ കരുതി വരുന്ന ചിന്തകൾ ഉദിച്ചതെങ്ങനെയാണ് എന്നതിനെപ്പറ്റി ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലല്ലെങ്കിലും ചില അറിവുകൾ നമുക്ക് ഉണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. സ്പഷ്ടതയ്ക്ക് വേണ്ടി മാത്രം പല കാര്യങ്ങൾ ഞാൻ മാറ്റിവെക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാൽ അത് ചിന്താക്കുഴപ്പത്തിനിടയാക്കും എന്നതുകൊണ്ട് മാത്രം. മനുഷ്യൻ അവൻ്റെ ബോധമുദിച്ച കാലം മുതൽ പ്രകൃതിയോടുള്ള ബന്ധത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. നമുക്കറിയാം, ആദിമ മനുഷ്യൻ താമസിക്കാൻ വീടില്ല. പ്രകൃതിയുടെ ശക്തിയിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്ന യാതൊന്നും ഉണ്ടാക്കുവാൻ അവൻ അറിഞ്ഞുകൂടാ. അതിനുള്ള ഉപാധികളില്ല. പിന്നെ വല്ല ഗുഹയിലുമൊക്കെ കയറി ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മഴ, ഇടി, മിന്നൽ, കൊടുങ്കാറ്റ്, ഭൂകമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് അവനെ വളരെ അധികം ഭീതിപ്പെടുത്തുന്ന പ്രകൃതി സംബന്ധമായ ശക്തികളാണ്. അവയെപ്പറ്റി അവന് ഭയമാണ്. ആ ഭയക്കുന്നത്, നാം എന്തിനെയാണ് ഭയക്കുന്നത്? നമുക്കെതിരായി പ്രവർത്തിക്കുന്ന എന്നാൽ നമ്മേക്കാൾ വളരെയധികം ശക്തി കൂടിയ സാഹചര്യങ്ങളെയാണ്, അല്ലെങ്കിൽ ശക്തികളെയാണ്, അല്ലെങ്കിൽ പ്രതിഭാസങ്ങളെയാണ് നാം ഭയക്കുന്നത്. അപ്പോൾ മനുഷ്യൻ പ്രകൃതിയോടുള്ള ബന്ധത്തിൽ അനുഭവിച്ചത് അവനെതിരെ, അവന് ശത്രുവായി സ്ഥിതി ചെയ്യുന്ന വളരെയധികം ശക്തികൾ ഈ പ്രകൃതിയിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ്, ചിലയിടങ്ങളിൽ ചില സമയത്ത് പോയാൽ വല്ലാത്ത ദേഹ അസ്വസ്ഥതയുണ്ടാകും. മറുത അടിച്ചു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ താമസിച്ച സ്ഥലത്തൊരു പാലച്ചെടി ഉണ്ടായിരുന്നു. പാലമരം, ചെടിയല്ല മരം, പാലമരം. അപ്പോൾ ആ കാലത്തെ വിശ്വാസമനുസരിച്ച് ഈ പാലമരത്തിൽ യക്ഷിയിരിക്കും എന്നൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഇന്ന സമയം കഴിഞ്ഞ് ഈ പാലമരത്തിൻ്റെ അടുത്തോട്ട് പോയാൽ നിൻ്റെ കാര്യം പോക്കാണ്. നിന്നെ തീർച്ചയായും യക്ഷി അടിച്ചിരിക്കും. പിന്നെ പനിച്ച് നീ അടുത്ത ദിവസം മരിച്ചു പോകും. ഇങ്ങനെയുള്ള ധാരണയാണ്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ പിന്നെ മനുഷ്യൻ കണ്ടുപിടിച്ചു. തൽഫലമായി ഇപ്പോൾ ആരും തന്നെ പാലമരത്തിൽ യക്ഷിയിരിപ്പുണ്ട് എന്ന് പറയുന്നില്ല. കല്ലുമലയിൽ പോലും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളില്ല. നാം ചരിത്രത്തിൻ്റെ പുരോഗതി ഒന്ന് ബൃഹത്തായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു തത്വം, ശാസ്ത്രം പുരോഗമിക്കുന്നതോടുകൂടെ അന്ധവിശ്വാസങ്ങൾ കുറഞ്ഞ് തിരോധാനം ചെയ്യുകയാണ്. ഒരു കാലത്ത് വൈദ്യശാസ്ത്രം, മെഡിക്കൽ സയൻസ് വളരുന്നതിന് മുൻപ് മനുഷ്യൻ്റെ അഭയം മന്ത്രവാദി അങ്ങനെയുള്ള അത് സംബന്ധമായ ധാരണകളുമായി, ഇപ്പോൾ വസൂരി, സ്മോൾ പോക്സ്, അത് പരത്തുന്നൊരു ദേവതയുണ്ട്. അപ്പോൾ നാട്ടിൽ വസൂരി പടർന്നു പിടിക്കുന്നത് ആരംഭിക്കുമ്പോൾ വെളിച്ചപ്പാടിനെ പോയി കാണുന്നു. വെളിച്ചപ്പാട് അതിൻ്റെ പ്രതിക്രിയ ചെയ്യുന്നു. അതെപ്രകാരമാണ് എന്നൊക്കെ നാടകീയമായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഏതാണ്ട് ദേവി നിറഞ്ഞു തുള്ളി, വാളുകൊണ്ട് നെറ്റി മുറിച്ച് രക്തമൊഴുക്കി ദേവിയെ പ്രീതിപ്പെടുത്തി, അങ്ങനെയാണ് ഒരു കൂട്ടം ആളുകളെ
ഈ വസൂരി ദേവതയിൽ നിന്ന് വെളിച്ചപ്പാട് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇപ്പോഴാരും വസൂരി ദേവതയിൽ നിന്ന് സംരക്ഷണം പ്രാപിപ്പാൻ വെളിച്ചപ്പാടിൻ്റെ അടുത്ത് പോകാത്തത്? ഒന്നാമത് വസൂരിയില്ല. എങ്ങനെയാണ് വസൂരി ഇല്ലാതായത്? ശാസ്ത്രം വളർന്നു, വസൂരിക്കെതിരെ ഉള്ള വാക്സിൻ കണ്ടുപിടിച്ചു, സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചു. തൽഫലമായി വസൂരി ഇല്ലാതെയായി. ദേവതയല്ല, വാക്സിനാണ് ഇതിൽ മനുഷ്യനെ സഹായിച്ചത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് വെളിച്ചപ്പാടിന് ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് വെളിച്ചപ്പാടുകളെ നിങ്ങൾക്ക് കാണാനും സാധ്യമല്ല. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പം അങ്ങനെ പലവിധമായ കാര്യങ്ങൾ. ഇപ്പോൾ രാത്രിയിൽ ചില മരത്തിൻ്റെ അടുത്ത് പോയാൽ അവിടെ ബോധം കെട്ട് വീഴാൻ സാധ്യതയുണ്ട്. കാരണം രാത്രിയിലാണ് മരങ്ങൾ പകൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനായിട്ട് മാറ്റുമ്പോൾ രാത്രി നേരെ മറിച്ച് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറ്റുന്നു. അങ്ങനെ അവിടെ ആകുമ്പോൾ മനുഷ്യന് ഒരു ശ്വാസം മുട്ടുന്നു. അത് ശാസ്ത്രീയമായിട്ട് ശരിയാണ്. പക്ഷേ അതിന് ശാസ്ത്രം അറിയാൻ മേലാത്ത ആളുകൾ അതിൻ്റേതായ വിവക്ഷ കൊടുക്കുന്നു. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആഫ്രിക്കയിൽ ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ശാസ്ത്രം വേണ്ടതുപോലെ പ്രചാരണം പ്രാപിക്കാത്ത പലയിടങ്ങളിൽ ഇപ്പോഴും ആളുകൾ രോഗം ചികിത്സിക്കാനായിട്ട് പോകുന്നത് വിച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്താണ്. അവരവരുടേതായ ക്രിയകൾ, റൈറ്റ്സ് ഒക്കെ നടത്തുന്നു. ആചാരം, നമ്മുടെ ആരാധനയും ആചാരമാണ്. അതിനെപ്പറ്റി ചില കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എങ്ങനെയായിത്തീരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രകൃതിപരമായ ശക്തികളെ ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും മനുഷ്യൻ്റെ ആകമാനമായ ബോധത്തിൽ അവനെതിരെ പ്രവർത്തിക്കുന്ന ഒരു മർമ്മമുണ്ട് എപ്പോഴും മനുഷ്യൻ ധരിച്ചിരുന്നു. ഒരു ആധുനിക കാലത്തെ ഉദാഹരണം പറഞ്ഞാൽ, റോബർട്ട് എഫ് കെന്നഡി, അദ്ദേഹത്തെ ലീ ഹാർവി ഓസ്വാൾഡ് വെടിവെച്ച് കൊന്നു. അത് വളരെ പ്രമാദമായ സംഭവമാണ്. അതിനെപ്പറ്റി അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചൊരു പുസ്തകമാണ് ദ ഡെത്ത് ഓഫ് എ പ്രസിഡൻറ്റ് ബൈ വില്യം മാഞ്ചസ്റ്റർ. ഒരു 100-500 പേജുള്ള വളരെ ദീർഘനാളുകൾക്ക് മുൻപ് 1970-കളിൽ ഞാൻ വായിച്ച പുസ്തകമാണ് ഡെത്ത് ഓഫ് എ പ്രസിഡൻറ്റ് ബൈ വില്യം മാഞ്ചസ്റ്റർ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരനായ റോബർട്ട് കെന്നഡിയെ വെടിവെച്ച് കൊന്നു. ഇത്രയുമായപ്പോൾ ഈ കെന്നഡി കുടുംബത്തിലുള്ള ഒരാൾ പറഞ്ഞു, എൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, there is something out there that is hostile to the Kennedy family. കെന്നഡി കുടുംബത്തോട് വളരെ കോപം വച്ച് പുലർത്തുന്ന ഏതോ ശക്തി ഈ നാം വസിക്കുന്ന ഇടത്തിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സമൂഹത്തുണ്ട്. അങ്ങനെ ഒരു തോന്നലുണ്ടാകും. എന്നാൽ ആ ശക്തി എന്താണെന്ന് പിന്നെ ആരും അന്വേഷിച്ചില്ല, അതിനെപ്പറ്റിയൊന്നും പറയുകയും ഉണ്ടായില്ല. അപ്പോൾ ഇതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിരുന്നത് സർവശക്തനാണ്, അതേസമയം തന്നെ മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ ശത്രു കൂടെയാണ് ദൈവം എന്നൊരു സങ്കല്പമുണ്ടായിരുന്നു. മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു ശത്രുത്വമുണ്ട്, ഒരു പൊരുത്തക്കേടുണ്ട് എന്ന ഒരു തിരിച്ചറിവ് വേദപുസ്തകത്തിലുണ്ട്, നമുക്കറിയാം. വേദപുസ്തകം ആരംഭിക്കുന്ന അങ്ങനെയാണല്ലോ, സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം ആദാമിനെ സൃഷ്ടിച്ചുവെങ്കിലും ഏറെ താമസിയാതെ ആദാമും ഹവ്വായും ദൈവത്തിനെ മറുതലിച്ചു. അങ്ങനെ ഒരു ശത്രുത്വമുണ്ടായി. അതിലാണല്ലോ വേദപുസ്തകത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ. ഇത് മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭീതിയാണ്. ദൈവം സൃഷ്ടികർത്താവാണ്, അതേസമയം തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനോട്, അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ശത്രുത്വത്തിൻ്റെ ചുവ അല്ലെങ്കിൽ ഒരു അണു എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ സന്തോഷത്തോട് ദൈവത്തിന് പ്രത്യേകമായ ഒരു വിമിഷ്ടമുണ്ട്. മനുഷ്യൻ നേട്ടം കൈവരിക്കുന്നത്, അവൻ അമിതമായി സന്തോഷിക്കുന്നത്, ആഹ്ലാദിക്കുന്നത് എന്തുകൊണ്ടോ ദൈവത്തിന് പിടിക്കുന്നില്ല എന്ന ഒരു ഭീതി മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ്
പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ കഥ. മനുഷ്യൻ വലിയ ഒരു അമ്പരചുംബിയായ ഗോപുരം പണിയുമ്പോൾ ദൈവത്തിന് എന്താണ് അതിനകത്ത് തലവേദന വരേണ്ടത്? ഇതാ മനുഷ്യർ നമ്മുടെ പോലെ ആയിത്തീരുന്നു എന്ന് ദൈവത്തിന് ഭയപ്പെടേണ്ട കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് മനുഷ്യൻ പണിയുന്ന ഗോപുരം വന്ന് തകർക്കുന്നത്? ഇത് മനുഷ്യൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുന്ന ഭീതിയുടെ കാവ്യാത്മകമായ ആവിഷ്കാരമാണ്. അതങ്ങനെ ആകണമെന്നേ ഇല്ല. മനുഷ്യൻ്റെ ഭീതിയാണിത്. പല കാര്യങ്ങളും ഭയം കൊണ്ടാണ് നാം യാഥാർത്ഥ്യത്തെ അളക്കുന്നതും അതിന് ചില രൂപങ്ങളൊക്കെ കൊടുത്ത് നാം അതാണ് സത്യമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, വേദപുസ്തകത്തിലുള്ള മറ്റൊരു കാര്യമാണ്. ഇപ്പോഴും ആളുകൾ വളരെ, പ്രത്യേകിച്ച് അച്ഛന്മാരും പാസ്റ്റർമാരും ഉപദേശിമാരും ഒക്കെ വളരെ പിടിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ദശാംശം കൊടുക്കുക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം? ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല, ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അടിസ്ഥാന മർമ്മം, മനുഷ്യൻ എന്തെങ്കിലും നേട്ടം കൈവരിച്ചാൽ ദൈവത്തിന് അസൂയയാണ്. ആ അസൂയ നമ്മെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനെന്താണ് പ്രതിവിധി? നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു അംശം ദൈവത്തിന് കൊടുത്താൽ പിന്നെ നമ്മളോട് ദ്രോഹം ചെയ്യത്തില്ല. ഇതാണ് ഇന്നത്തെ മർമ്മം. അപ്പം നമ്മുടെ നേട്ടങ്ങളുടെ 10 ദശാംശം കൊടുത്താൽ മതിയല്ലോ, 10% കൊടുത്താൽ മതിയല്ലോ. നമ്മുടെ വാട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും 10% വേണമെന്നാരും പറയുന്നില്ലല്ലോ. ഞാൻ 2 വർഷം മുൻപ് ദശാംശത്തെപ്പറ്റി ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വരുമാനത്തിൻ്റെ 10% സഭയ്ക്ക് കൊടുക്കണം. അതേസമയം ഈ 10% എണ്ണി വാങ്ങിക്കുന്ന പുരോഹിതനോടോ പാസ്റ്ററോടോ ആരോടാണ് ചോദിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ ഭാരമില്ലേ, അതിൻ്റെ 10% കൂടെ ഒന്ന് ഏറ്റെടുക്കാമോ? അതിനാരുമില്ല. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. ഞാൻ ഈ പറയുന്ന ചരിത്രപരമായ സത്യം തിരിച്ചറിയാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. ആർക്കും മനസ്സിലാകുകയില്ല. എനിക്കും ഇത് മനസ്സിലായത് ഇങ്ങനെയുള്ള അന്വേഷണ ഫലമായി പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇടയായതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യൻ സന്തോഷിക്കുന്നത് ദൈവത്തിന് എന്തുകൊണ്ടോ സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഏത് സമയത്തും സന്തോഷത്തിൻ്റെ ഉച്ചകോടിയിലിരിക്കുമ്പോൾ ദൈവം എന്നെ അടിച്ച് അല്ലെ തള്ളി താഴെയിടും എന്നൊരു ഭീതി മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് സന്തോഷം വരുമ്പോൾ ദൈവത്തെ പ്രത്യേകം ഭയഭക്തിയോടെ ഓർക്കണമെന്ന് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. എൻ്റെ ഒരു ചെറിയ ഉദാഹരണം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത്, വലിയ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു വ്യക്തി ബാങ്കിൽ നിന്ന് കുറച്ച് ലോണൊക്കെ എടുത്തൊരു കാറ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബമ്പറിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കും, ദൈവത്തിൻ്റെ ദാനം, ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് എഴുതി വെക്കും. എന്തുകൊണ്ടാണ്? പേടിയാണ്. ഇങ്ങനെ എനിക്ക് വളരെ നിർവൃതി നൽകുന്ന ഒരു കാര്യം ഞാൻ നേടിയിരിക്കുന്നു. ദൈവത്തെക്കാൾ എനിക്ക് വാസ്തവത്തിൽ കാറിനോടാണ് പ്രേമം. എന്നാൽ അങ്ങനെ ഈ ഒരു കാറ് സമ്പാദിച്ചതിനെപ്പറ്റി ഞാൻ ഉള്ളിൽ ആഹ്ലാദിക്കുമ്പോൾ എൻ്റെ ആഹ്ലാദം കണ്ട് ദൈവം കോപിച്ച് നാളെ ഏതെങ്കിലും അപകടത്തിൽ ഈ കാറ് പെട്ടാൽ എൻ്റെ കഥ കഴിയും, എന്നോട് ദയവായിട്ട് ഈ ദ്രോഹം ചെയ്യരുത് എന്നതിൻ്റെ അടയാളമാണ് ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് എഴുതി വെക്കുന്നത്. അല്ല, അതിനകത്ത് യാതൊരു സത്യവുമില്ല. അത് വിശ്വസിച്ചും കൊണ്ടുമല്ല, അത് ഭയന്ന് മാത്രമാണ് അങ്ങനെ എഴുതി വെക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ മനുഷ്യൻ്റെ ആദ്യകാല സങ്കല്പത്തിൽ മനുഷ്യനോട് അസൂയ പുലർത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്കറിയാം. പഴയ നിയമത്തിൽ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെയാണ്. ദൈവം വളരെ അഭിമാനത്തോടുകൂടെ പറയുന്നുണ്ട്, ഐ ആം എ ജെലസ് ഗോഡ്, ഞാൻ അസൂയുള്ള ദൈവമാണെന്ന് പറയുന്നുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത ഞെട്ടലുണ്ടാകുമായിരുന്നു. എനിക്കത് എന്തുകൊണ്ടാണ് അക്കാലത്ത് അറിയാൻ വയ്യാത്തതുകൊണ്ട്. ഇത് മനുഷ്യൻ്റെ സങ്കല്പമാണ്. ദൈവം ഇങ്ങനെയാണ് എന്ന് മനുഷ്യൻ്റെ സങ്കല്പമാണ്. സ്വന്തം സൃഷ്ടിയായ മനുഷ്യനോട് അസൂയ അനുഭവിക്കേണ്ട ഗതികേട് ദൈവത്തിനുണ്ടെന്ന് പറഞ്ഞാൽ അതെന്തോ ദൈവമാണ് എന്ന് ഞാനിപ്പോൾ എന്നോട് തന്നെ ചോദിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഇതെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ പുരോഗമിച്ചുവെങ്കിലും ആ പ്രാകൃത മനുഷ്യൻ്റെ മനസ്സിൽ പ്രവർത്തിച്ച ഭീതിയുടെ കഷണങ്ങൾ ഇപ്പോഴും അവൻ്റെ മനസ്സിലുണ്ട്. അത് ജീവിതത്തിൻ്റെ പ്രതിസന്ധിയാകുമ്പോൾ എനിക്ക് സഹായം ഇവിടെ നിന്ന് കിട്ടും എന്ന് അന്വേഷിക്കുമ്പോൾ സഭയിൽ നിന്ന് കിട്ടുന്നില്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കത്തക്കവണ്ണം ദൈവത്തോട് അടുത്തിട്ടില്ല,
ആത്മീയമോ ബൗദ്ധികമോ സാംസ്കാരികമായ വളർച്ച പ്രാപിച്ചിട്ടില്ല. പിന്നെ ആകെപ്പാടെ അവശേഷിക്കുന്നത് ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ അവൻ്റെ മനസ്സിൽ സംഭരിച്ചു വച്ചിരുന്ന ഭീതി, അത് തിരിച്ചറിഞ്ഞ് വളരെ വൈദഗ്ധ്യത്തോടെ അതിനെ മുതലെടുക്കുവാൻ തൊലിക്കട്ടിയുള്ളത് കൊണ്ടും മനസാക്ഷി ഇല്ലാത്തത് കൊണ്ടും ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില ആളുകൾ. അവർക്കിങ്ങനെയുള്ള അന്ധകാര ശക്തികളെ ആവാഹിച്ച് മെരുക്കിയെടുത്ത് അവരെക്കൊണ്ട് ചില അഭ്യാസങ്ങൾ നടത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ ഓടിപ്പോവുകയാണ്. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്, നാം ഇതുവരെ വലിയ അഭിമാനത്തോടെ വളർത്തി വെച്ച മതസമ്പ്രദായങ്ങളുടെ പൂർണ്ണമായ തകർച്ചയാണ്. അത് അർത്ഥശൂന്യമായി, ആളുകൾക്ക് ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്നിത് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒരു 30 വർഷത്തിന് 20 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ അന്ധകാര ശക്തികളെ ആശ്രയിക്കുന്ന പ്രവണത ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇന്ന് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ദയവായി നിങ്ങൾ ചിന്തിക്കണം. വാസ്തവത്തിൽ സഭകൾ കൂലങ്കഷമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അവർ ചിന്തിക്കുകയില്ല. കാരണം അവരും ഇതേ ബലഹീനതയെ ചൂഷണം ചെയ്താണ് ജീവിക്കുന്നത്. നിങ്ങൾ സംഘടിത മതത്തെ നിലനിർത്തുന്ന മർമ്മം ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ബോധ്യപ്പെടും. മനുഷ്യനെ ഭയപ്പെടുത്തിയിട്ടാണ് ഈ വലിയ സംവിധാനങ്ങൾ അവൻ്റെ വിയർപ്പിൻ്റെ ഒരംശം പിടിച്ചു പറ്റി ഇങ്ങനെ കൊഴുത്തു വീർത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും ഒരു നിമിഷം നമുക്ക് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ്റെ ദൈവസങ്കല്പത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് മനുഷ്യർക്ക് നൽകുന്ന ഒരു വെളിപ്പെടുത്തൽ ദൈവത്തെ പറ്റിയുള്ള വെളിപ്പെടുത്തലാണ്. യേശു വെളിപ്പെടുത്തിയ ദൈവം പ്രകൃതിയിൽ മറഞ്ഞിരുന്ന മനുഷ്യനെതിരെ കെണികൾ തീർക്കുന്ന ദൈവമല്ല. യേശു വെളിപ്പെടുത്തിയ ദൈവം മനുഷ്യൻ്റെ പുരോഗതിയിലോ അവൻ്റെ സന്തോഷത്തിലോ അവനോട് അസൂയ പൂണ്ടിട്ട് അവനെ വല്ലവിധനെയും കാല് തെറ്റിച്ച് മറിച്ചിടാനായിട്ട് കാത്തിരിക്കുന്ന ദൈവമല്ല. യേശു വെളിപ്പെടുത്തിയ ദൈവം മനുഷ്യൻ ചില ക്രിയകൾ ചെയ്തതുകൊണ്ട് പ്രീതിപ്പെടുന്ന ദൈവവുമല്ല. ഇതൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ സുറിയാനി ക്രിസ്ത്യാനിയുടെ തലയോട്ടിക്കകം തോട്ടത് കടക്കുന്നില്ല എന്നത് സങ്കടകരമാണ്. ദൈവത്തെ യേശു വെളിപ്പെടുത്തിയ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവായിട്ടാണ്. എത്രയോ വലിയ വ്യത്യാസമാണ് വരുത്തിയത്. നിങ്ങൾ ഏതെങ്കിലും പിതാവ് സ്വന്തം മകനോ മകളോ പുരോഗതി പ്രാപിക്കുന്നതിൽ, സന്തോഷിക്കുന്നതിൽ, നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ അസൂയപ്പെട്ട് അവരെ കാല് വാരി നിലത്തടിക്കാനായിട്ട് കാത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെ സാധ്യമാണോ? എന്നിട്ടും പഴയ നിയമകാലത്തെ പുരോഹിതന്മാർ എന്തെല്ലാം വ്യവസ്ഥകളാണ് മനുഷ്യരുടെ മുകളിൽ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ തിരികക്കല്ല് കഴുത്തിൽ കെട്ടി താത്തിരിക്കുന്നത് പോലെ വെച്ച് ഭാരപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പുരോഹിതവർഗം ഇന്നും യേശുവിൻ്റെ ദൗത്യം, മനുഷ്യനെ വിടുവിക്കാനുള്ള ദൗത്യം നിർവഹിച്ചിട്ട് 2000 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും പഴയ നിയമത്തിലെ അതേ ദർശനം, അതായത് ദൈവത്തിൻ്റെ ശത്രുവാണ്, മനുഷ്യൻ്റെ ശത്രുവാണ് ദൈവമെന്നും മനുഷ്യൻ്റെ പുരോഗതിക്കും ആഹ്ലാദത്തിനും അസൂയ അനുഭവിക്കുന്ന ദൈവമാണെന്നും അവനെ പ്രീതിപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും ഒക്കെ ഉള്ള ഭീതി കൊണ്ട് മാത്രം പണിതെടുത്ത ഒരു ശവക്കോട്ടയിലാണ് ഇപ്പോഴും ഇത് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് യേശു ആചാര അനുഷ്ഠാനങ്ങൾക്ക് അല്പം പോലും പ്രാധാന്യം കൽപ്പിക്കാതിരുന്നത്? അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടെ മനുഷ്യൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമാണ്. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത്? ദൈവത്തെ ഭയമുള്ളതുകൊണ്ട്. നാം ആരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു? നാം ഭയക്കുന്നവരെ മാത്രം. ഇപ്പോൾ ഭാരതത്തിൽ നരേന്ദ്രമോദിയെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മുടെ മെത്രാന്മാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണ്? പേടിയായതുകൊണ്ടാണ്. പേടി വിറ്റ് നടക്കുന്നവൻ എല്ലാവരെയും പേടിക്കും. അത് നിയമമാണ്. അതിൻ്റെ മനഃശാസ്ത്രപരമായ പരിഗണനയിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അതിൽ തന്നെ വളരെ കൗതുകമേറിയൊരു വിഷയമാണ്. അപ്പോൾ പേടി. അപ്പോൾ നാം ആരെയാണ് ഭയക്കുന്നത്?
നാം ആരെയാണ് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? നാം ആരെ ഭയക്കുന്നു. എന്നാൽ നാം ഭയക്കുന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ശക്തിയെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്താൻ നമുക്ക് കഴിയുന്നത്? അത് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് മാത്രമേ നമുക്കത് അതിൻ്റെ വഴി കണ്ടുപിടിക്കാനൊക്കത്തുള്ളൂ. ഇപ്പം മനുഷ്യന് കൈക്കൂലി കിട്ടുന്നത് വളരെ താല്പര്യമുള്ള കാര്യമാണ്. മനുഷ്യന് മുഖസ്തുതി കേൾക്കുന്നത് വളരെ താല്പര്യമുള്ളതാണ്. മനുഷ്യന് ചില ആളുകൾ എന്നെ ബഹുമാനിക്കുന്നതായിട്ട് നടിക്കുന്നു. ബഹുമാനം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പ്രശ്നമല്ല, നടിക്കുന്നു. ഇത് അവന് വലിയ രുചിയുള്ള കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിന് രൂപ കൊടുക്കണം, പൈസ കൊടുക്കണം, കൈക്കൂലിയായിട്ട് കൊടുക്കണം. ദൈവത്തോട് മുഖസ്തുതി പറയണം. നീ നല്ലവനാണ്, നീ വല്ലഭനാണ്, നീ ദീർഘമായി ക്ഷമിക്കുന്നവനാണ്, നീ അവനാണ് ഇവനാണെന്ന് ദൈവത്തിന് ബോധമില്ലാത്തതുകൊണ്ട് താൻ ആരാണെന്ന് ബോധമില്ലാത്ത ദൈവത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ക്രിസ്ത്യാനി എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നീ വലിയവനാണ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നതിൻ്റെ കാര്യം മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യമാണിത്. ഇപ്പം എന്നെ ആരെങ്കിലും സ്തുതിച്ചാൽ എനിക്ക് അവനോടൊരു സ്നേഹം വരും. എനിക്കാരെങ്കിലും വല്ലതും സമ്മാനം കൊണ്ടു തന്നാൽ അവൻ നല്ലവനാണ് എന്ന് ഞാൻ പറയും, യാതൊരു സംശയമില്ല. ഞാൻ നടന്നു വരുമ്പോൾ മലയാളി കേരളത്തിലാണല്ലോ, അപ്പം മുണ്ടൊന്ന് അഴിച്ചിട്ടാൽ, മുഴുവനുമല്ല മടക്കി കുത്തിയിരിക്കുന്ന മുണ്ടഴിച്ചിട്ടാൽ അവൻ എന്നെ ബഹുമാനിക്കുന്നു എന്ന് തോന്നും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആചാരം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്നെ വഴിയിൽ വെച്ച് കാണുമ്പോൾ, എൻ്റെ ഒരു വിദ്യാർത്ഥി കാണുമ്പോൾ താൻ മടക്കി കുത്തിയിരിക്കുന്ന മുണ്ടഴിച്ചിട്ടാൽ അതൊരു ആചാരമാണ്. ഇത് മാത്രമാണ് നമ്മുടെ ആരാധനയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. എന്താണ്? ദൈവം ആരാണെന്ന് അറിയാതെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ദൈവത്തെ പറ്റിയുള്ള നിങ്ങളുടെ സങ്കല്പങ്ങൾ നിങ്ങൾ ആരാധനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തികച്ചും തെറ്റാണ്. ദൈവത്തെ പേടിച്ചിട്ടല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, ദൈവത്തെ സ്നേഹിക്കണം. അവൻ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവാണ്. ഇതൊരു വലിയ ആത്മീയമായ വിപ്ലവമാണ്. ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി മനസ്സിലാക്കുകയും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമ്മുടെ സുഹൃത്തായി മനസ്സിലാക്കുകയും ചെയ്താൽ, യേശു തന്നെ അങ്ങനെയാണ് വെളിപ്പെടുത്തിയത്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ സഹായം ആയി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി പോലും ചാത്തൻ്റെ സഹായത്തോടെ ശക്തിയോടെ ഇന്ന കാര്യം നേടിയെടുക്കാമെന്ന് പറഞ്ഞ് ഈ ബിനോയ് ജോൺ അങ്ങനെയുള്ള കോമാളികളെ അന്വേഷിച്ച് പോകുകയില്ല. എന്ന് മാത്രവുമല്ല, അവർക്കൊരു ദൈവദാസൻ്റെയും സഹായം ആവശ്യമില്ല. ഒരു പ്രോസ്പെറിറ്റി ഗോസ്പൽ കച്ചവടക്കാരൻ്റെയും വെറിക്കൂത്ത് നാടകം അവർക്ക് ആവശ്യമില്ല. അവർക്കാവശ്യമുള്ള സംരക്ഷണവും സഹായവും അനുഗ്രഹവും അവരുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കൽ നിന്ന് ഡയറക്റ്റായി പ്രാപിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് അവർക്ക് ബോധ്യമുണ്ടാകും. എന്തുകൊണ്ടാണ് നാം ഇടനിലക്കാരെ അന്വേഷിച്ച് പോകുന്നത്? ദൈവവും നമ്മളുമായി അത്രമാത്രം അകൽച്ചയുണ്ടായിട്ടാണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ അപ്പനുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒത്തുതീർപ്പുണ്ടാകണമെങ്കിൽ, മൂന്നാം ഒരാളെ അന്വേഷിക്കണമെങ്കിൽ നിങ്ങളുടെ അപ്പനുമായിട്ട് അത്രമാത്രം അകൽച്ചയുണ്ടായിരിക്കും. അല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു അപ്പനോടൊരു കാര്യം പറയാൻ അയൽപക്കത്തെ വറീദിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ പോകാറില്ല. പോയാൽ നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇത്രയെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവ് എന്തുകൊണ്ട് സുറിയാനി ക്രിസ്ത്യാനിക്കില്ല എന്നതിനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ചാത്തൻ സേവ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇരുട്ടിൻ്റെ ശക്തികളെ കൂട്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ എന്ന ഒരവസ്ഥയിലേക്ക് കൂടുതൽ ക്രിസ്ത്യാനികളും നാനാ മതത്തിലുള്ള സഹോദരന്മാരും ഇങ്ങനെ സുനാമി പോലെ ഇരച്ചു പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിൽ കൂടെ നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കുക നമ്മുടെ പരമമായ കടമയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടെ വല്ലപ്പോഴുമൊക്കെ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നിരൂപിക്കുവാൻ ഇടയായത്. കേരളത്തിൽ ഇന്ന് ചാത്തൻ സേവ വളരെ തകൃതിയായി നടക്കുന്നുവെന്ന് ഞാൻ ഒരു മാസം മുൻപ് നടത്തിയൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിനെ വളരെ കലുഷമായി പ്രതികരിച്ച്, അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവ് താടൂ എന്നൊക്കെ പറഞ്ഞ് പ്രതികരിച്ച അനേക ആളുകളുണ്ട്. അവരൊക്കെ ഏത് ലോകത്തിലാണ് വസിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. വേണ്ട, നമ്മുടെ തന്നെ
ഈ വളരെ ആത്മീയമെന്ന് പറഞ്ഞ് നടത്തുന്ന പല ആചാരങ്ങളിലും ക്രിയകളിലും ഈ ചാത്തൻ സേവ പോലെയുള്ള മനസാക്ഷി, കാഴ്ചപ്പാട്, താല്പര്യങ്ങൾ, ഭീതികൾ, സങ്കല്പങ്ങൾ കൊണ്ടാണ് നാം ഇത് നടത്തുന്നത്. യേശുവിൻ്റെ പഠിപ്പീരുകൾ അനുസരിച്ച് നാം നമ്മുടെ മതപരമായ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ, യേശു വെളിച്ചമാകുന്നു എന്ന് പറയുന്നുവല്ലോ, വെളിച്ചം എന്തിനാണ്? ചില കാര്യങ്ങൾ തിരിച്ചറിവാണ്. വെളിച്ചം തിരിച്ചറിവിൻ്റെ ഉപാധിയാണ്. യേശുവാകുന്ന വെളിച്ചത്തിൽ നാം ഇപ്പോൾ വെച്ച് പുലർത്തുന്ന വലിയ ഭക്തിയോടുകൂടെ ആചരിച്ചു പോകുന്ന കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ അതിൽ ഇപ്രകാരമുള്ള ഘടകങ്ങളാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഭീതി മാറ്റിക്കഴിഞ്ഞാൽ, ദൈവത്തെ പറ്റിയുള്ള ഭീതി, എന്താണ് ദൈവത്തെപ്പറ്റി ഭീതി? അവനെ പ്രീതിപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ അവൻ വലിയ തിരിച്ചടി നൽകും. പിന്നെ എൻ്റെ അവസ്ഥ കഷ്ടമായി പോകും, ഞാനിതുവരെ നേടിയതെല്ലാം തകർന്ന് തരിപ്പണമാകും. അല്ലെങ്കിൽ യോബിൻ്റെ പുസ്തകത്തിലൊക്കെ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്കിപ്പോൾ 10 മക്കളില്ല, 10 മക്കളുണ്ടെങ്കിൽ 10 ചത്തുപോകും. അല്ലെ കൊടുങ്കാറ്റടിച്ച് എൻ്റെ വിളയെല്ലാം പോകും, എൻ്റെ ഒട്ടകങ്ങളും ആടുകളും പരപരാന്ന് വീണ് ചത്തുപോകും. ഇങ്ങനെയുള്ള ഭീതിയാണ്. ഈ ഭീതിയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാനായിട്ടാണ് യേശു വന്നത്. ആ ഭീതി മാറ്റണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ദൈവത്തെപ്പറ്റി ഭയം കൊണ്ട്, ഭീതി കൊണ്ട്, പേടിച്ച് വിറച്ച് അവൻ എപ്പോഴാണ് എന്നെ അടിക്കുകയോ കടിക്കുകയോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അവനെ പ്രീതിപ്പെടുത്തി നിർത്തും എന്ന കിരാതനമായ സങ്കല്പത്തിൽ നിന്ന് മനുഷ്യൻ മുൻപോട്ട് വന്നിട്ട് മനുഷ്യ അന്തസ്സിനോട് കൂറുപാലിക്കത്തക്ക ഒരു ദൈവസങ്കല്പം, ദൈവത്തെ പിതാവായി അറിയുകയും സ്നേഹത്തിൽ കൂടെ ദൈവവുമായി ബന്ധം പുലർത്തി അതിനനുസരിച്ച് സ്വന്തം വ്യക്തിത്വത്തെ വളർത്തുന്നതിൽ കൂടെ മനുഷ്യൻ പ്രാപിക്കാവുന്ന അനുഗ്രഹവും ആത്മാഭിമാനവും അന്തസ്സും മനുഷ്യൻ പ്രാപിക്കണം എന്ന ദർശനത്തോടുകൂടെയാണ് യേശു പ്രവർത്തിച്ചത്. പക്ഷേ അത് ഉൾക്കൊള്ളുവാൻ ക്രിസ്ത്യാനിക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്നും നമ്മൾ ചാത്തൻ്റെ പുറകെ പോവുകയാണ്. ഇത് ദയവായി മനസ്സിലാക്കണം. ഇങ്ങനെ ചാത്തനെയും കൊണ്ട് നടക്കുന്നവർക്ക് യാതൊരു കഴിവുമില്ല. നിങ്ങളെ കളിപ്പിക്കാൻ മാത്രമുള്ള കഴിവാണ് അവർക്കുള്ളത്. അവരും പ്രോസ്പെറിറ്റി ഗോസ്പലും പ്രോസ്പെറിറ്റി ഗോസ്പൽ കച്ചവടക്കാരും ഒരേ നാണയത്തിൻ്റെ 2 മുഖങ്ങളാണെന്ന് തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ. പ്രോസ്പെറിറ്റി ഗോസ്പൽ അവരുടേതായ ചാത്തനെ കൊണ്ട് നടക്കുന്നു. ഇങ്ങനെ ഈ ബിനോയ് ജോൺ പോലെയുള്ള മഹാന്മാർ അവരുടെ ചാത്തനെ കൊണ്ട് നടക്കുന്നു. ഇതല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി വളരാത്തത്? ഇന്ന് ക്രിസ്ത്യാനിയുടെ അവസ്ഥ നോക്കുമ്പോൾ ഹൃദയം പൊട്ടി കരയേണ്ട അവസ്ഥയാണ്. നമ്മൾ ശോഷിച്ച് അങ്ങ് ഉണങ്ങി വരണ്ട് യാതൊരുവിധ മനുഷ്യത്വത്തിൻ്റെ ഗുണവുമില്ലാതെ ഈ നികൃഷ്ടമായ കിരാതമായ അവസ്ഥയിലായിരിക്കുന്നു. ഇവിടെ നിന്ന് ഒന്ന് എഴുന്നേറ്റ് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവമേ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഏവർക്കും എൻ്റെ നമസ്കാരം.